ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ഉപ്മാവ് ഉണ്ടാക്കാൻ പോവുകയാണേ. ഏറ്റവും എളുപ്പമാണെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ കുളമാകാനായിട്ടും ഏറ്റവും ചാൻസ് ഉള്ളൊരു സാധനമാണ് ഉപ്മാവ്. ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഉപ്മാവും ഓരോ രീതിയിലും ആയിരിക്കാം. ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഈ ഉപ്മാവ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിതിനു വേണ്ടി കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയും ഉണക്കമുളകും എടുത്തിട്ടുണ്ട്, തക്കാളി കൂടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ഓപ്ഷണലാണ്, പിന്നെ ക്യാരറ്റ് വേണമെങ്കിൽ അത് ചേർക്കാം. റവ കൂടി വറുത്ത് വയ്ക്കണം ഈ സമയത്ത് തന്നെ. അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നു. നെയ്യ് ചേർക്കുന്നവരുണ്ട്, ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഉഴുന്ന് ചേർക്കുന്നു. ഇവിടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് കടിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. നന്നായി ഇളക്കി കൊടുത്ത് ആ ഉഴുന്നൊന്ന് ചുവന്നു വരുമ്പോഴേക്കും അതിലേക്ക് ഉണക്കമുളക് ചേർക്കുന്നു. പിന്നെ കറിവേപ്പില കൂടി ചേർക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ആദ്യം ചേർക്കുന്നു. അത് നന്നായി ഇളക്കി അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും തക്കാളിക്കയും ചേർക്കുന്നു. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർക്കാം, അതിനുശേഷം സവോള ചേർത്താൽ മതി. നന്നായി ഇളക്കി കൊടുത്ത് ആ സവോളയും തക്കാളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് വെള്ളം ചേർക്കുന്നു. 2 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിനായി 4 കപ്പ് വെള്ളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഉപ്മാവാണ് നമുക്കിവിടെ ഇഷ്ടം, അതുകൊണ്ടാണ് ഇരട്ടി വെള്ളം ചേർത്തത്. കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ 1/2 കപ്പ് കുറയ്ക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നു. ഉപ്മാവിൻ്റെ നിറം മഞ്ഞയായിട്ട് കാണാൻ ഇഷ്ടമായതുകൊണ്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. അതും ഓപ്ഷണലാണ്. നല്ല വെളുത്ത ഉപ്മാവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. അത് നന്നായി ഒന്ന് ആ ഉപ്പും മഞ്ഞളും ഒക്കെ ഇളക്കി ചേർത്തതിന് ശേഷം മൂടി വെച്ച് അത് തിളക്കാനായി വെക്കുന്നു. നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് റവ ചേർക്കുവാണ്. ആ വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്കാണ് ചേർക്കുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അതങ്ങ് സിമ്മിലേക്ക് വെക്കണം. പറ്റിയാൽ ഒരു കൈ കൊണ്ട് റവ ഇട്ടിട്ട് മറ്റേ കൈ കൊണ്ട് ഇളക്കണം, അതല്ലെങ്കിൽ അതിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നന്നായി അതൊന്ന് ഇളക്കി ചേർക്കണം. നമ്മൾ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുള്ളത് കൊണ്ട് വേറെ കുഴപ്പമില്ല, നന്നായി ഒന്ന് ഇളക്കി ചേർത്താൽ മതി. ഇങ്ങനെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വയറിനൊക്കെ പ്രശ്നം, എരിച്ചിലൊക്കെ വരാറുണ്ട്. കട്ട കെട്ടാതെ നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ചാൽ മതി. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്.